ആദ്യ OTT അപ്ഡേറ്റ് മുസ്തഫ എന്ന് പറഞ്ഞ തമിഴ് സിനിമേൻ്റെയാണ്. അങ്ങനെ ഒരുപാട് ടൈമിന് ശേഷം സിനിമ അങ്ങനെ OTT റിലീസ് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു കോമഡി സിനിമ തമിഴ് പകർപ്പിൽ മാത്രമായിട്ടാണ് നിലവിൽ OTT റിലീസ് ചെയ്തത്. നമ്മുടെ ആമസോൺ പ്രൈമാണ് പടത്തിന്റെ OTT അവകാശങ്ങൾ സ്വന്തമാക്കിയത്. കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക. അടുത്ത OTT അപ്ഡേറ്റ് മലയാളം എന്നാണ്. അങ്ങനെ കാത്തിരുന്ന ആശകൾ 1000 എന്ന് പറഞ്ഞ സിനിമേന്റെ OTT റിലീസ് അങ്ങനെ വന്നിരിക്കുകയാണ്. നിലവിൽ നമ്മുടെ ആശകൾ 1000 എന്ന് പറഞ്ഞ മലയാള സിനിമ നമ്മുടെ ZEE5 സ്ട്രീമിംഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മലയാളം തമിഴ് ഭാഷയിലായിട്ട്. ഞാൻ കണ്ടു സിനിമ. ഒരു ഫാമിലിയായിട്ട് കാണാൻ പറ്റിയൊരു കോമഡി ഡ്രാമ സിനിമയാണ്. അപ്പനും മോനും ഒരുമിച്ച് പോയി അഭിനയിക്കുന്ന ഒരു സിനിമയും കൂടിയാണ് ജയറാമിൻ്റെ. അടുത്ത സിനിമയാണ് വലത്ത് വശത്തെ കള്ളൻ എന്ന് പറഞ്ഞ സിനിമ. നിലവിൽ സിനിമ സ്ട്രീമിംഗ് ചെയ്ത് നമ്മുടെ മനോരമ മാക്സ് വഴിയായിരുന്നു. ഇപ്പോൾ അത് ആമസോൺ പ്രൈമിലും സിനിമ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. ആമസോൺ പ്രൈമിലോട്ട് വന്നപ്പോൾ സിനിമ 2 ഫോർമാറ്റിലാണ് നിലവിൽ അവൈലബിൾ ആയത്. മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി ഭാഷകളിലായിട്ടാണ് വലത്ത് വശത്തെ കള്ളൻ എന്ന് പറഞ്ഞ ബിജു മേനോൻ, ജോർജ് അഭിനയിച്ച സിനിമ നിലവിൽ സ്ട്രീമിംഗ് ചെയ്യുന്നത്. അടുത്ത OTT അപ്ഡേറ്റ് തമിഴ് സിനിമയായ കൊലൈ സേവൈ എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. സിനിമേൻ്റെ OTT അവകാശങ്ങൾ നമ്മുടെ സൺനെക്സ്റ്റ് ആണ് മേടിച്ചത്. നിലവിലെ സിനിമ ഇന്ത്യൻ്റെ പുറത്താണ് OTT റിലീസ് ചെയ്തത്. ഈ ഒരു കൊലൈ സേവൈ എന്ന് പറഞ്ഞ തമിഴ് സിനിമ എന്തായാലും കാണാൻ പറ്റുന്നവർ കാണുക, കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായങ്ങൾ നമുക്ക് ചെയ്യപ്പെടുത്തുക. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ അഭിനയിച്ച ഒരു സിനിമയാണ് നമ്മുടെ അബ് കേസെ ഹോ എന്ന് പറഞ്ഞ സിനിമ. സിനിമേൻ്റെ OTT അവകാശങ്ങൾ നമ്മുടെ സൈന പ്ലേ ആണ് മേടിച്ചത്. സൈന പ്ലേയിൽ സിനിമ നിലവിൽ സ്ട്രീമിംഗ് ചെയ്യുന്നുണ്ട്. കാണാൻ പറ്റുമ്പോൾ കാണുക നമ്മുടെ അബ് കേസെ ഹോ എന്ന് പറഞ്ഞ സിനിമ. കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യപ്പെടുത്തുക. അടുത്ത OTT അപ്ഡേറ്റ് തെലുങ്ക് സിനിമയായ ബാൻ മേളം എന്ന് പറഞ്ഞ സിനിമേൻ്റെയാണ്. പടത്തിന്റെ OTT അവകാശങ്ങൾ ZEE5 ആണ് മേടിച്ചത്. സിനിമ ZEE5 ഈ വരുന്ന ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് സിനിമ OTT റിലീസിന് പോകുന്നത്. തെലുങ്ക് സിനിമയാണ്. തെലുങ്ക് ഭാഷയിൽ മാത്രമായിട്ടായിരിക്കും സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാം നമുക്ക്. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ GB പ്രകാശിന്റെ ഏറ്റവും പുതിയ ഹാപ്പി രാജ് എന്ന തമിഴ് സിനിമേൻ്റെയാണ്. പടത്തിന്റെ OTT അവകാശങ്ങൾ നമ്മുടെ ആമസോൺ പ്രൈം ആണ് മേടിച്ചത്. സിനിമ ഈ വരുന്ന ഏപ്രിൽ മാസം 24-ാം തീയതിയാണ് ആമസോൺ പ്രൈമില് തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി ഭാഷകളിലായിട്ട് സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് നമ്മുടെ ഹാപ്പി രാജ് എന്ന സിനിമേൻ്റെ OTT റിലീസിനായിട്ട് ഈ വരുന്ന ഏപ്രിൽ മാസം 24-ാം തീയതി. തിയേറ്ററിലെ സിനിമ ഓൾമോസ്റ്റ് ഒരു ആവറേജ് റെസ്പോൺസ് ആണ്. നിലവിൽ വലിയൊരു ബോക്സ് ഓഫീസ് കളക്ഷൻ ഒന്നും ഇല്ല. എന്നാൽ പോലും സിനിമ നിലവിൽ സ്ട്രീമിംഗ് ഡേറ്റ് ഏപ്രിൽ 24-ാം തീയതിയാണ്. അടുത്ത OTT അപ്ഡേറ്റ് ദ കേരള സ്റ്റോറി 2 എന്ന സിനിമയാണ്. ഗോസ് ബിയോണ്ട് സിനിമേൻ്റെ ഫസ്റ്റ് പാർട്ട് പോലെ അങ്ങ് കത്തി കയറിയിട്ടില്ല സിനിമയിൽ സെക്കൻഡ് പാർട്ട്. ഓൾമോസ്റ്റ് പടം കണ്ടവർക്കറിയാം ഈ പടം സത്യം പറഞ്ഞ കംപ്ലീറ്റ് ഒരു മിസ്ലീഡിംഗ് ആയ സിനിമയാണെന്ന്. കേരളത്തിലെ സിനിമയ്ക്ക് വാഷ് ഔട്ട് മാത്രമാണ് കാണാൻ സാധിച്ചത്. പടത്തിന്റെ OTT അവകാശങ്ങൾ ZEE5 ആണ് മേടിച്ചത്. സിനിമ ഹിന്ദി, തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം ഭാഷയിൽ ഈ വരുന്ന ഏപ്രിൽ മാസം 24-ാം തീയതി OTT റിലീസ് ചെയ്യാൻ പോവുകയാണ്. അടുത്ത OTT അപ്ഡേറ്റ് ദുരന്തർ 2 ദ റിവെഞ്ച് എന്ന സിനിമേൻ്റെയാണ്. പടം ഇപ്പോഴും സിനിമ പല തിയേറ്ററുകളിലായിട്ട് റണ്ണിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ സിനിമയ്ക്ക് ഇപ്പോഴും റണ്ണിങ് കാണാൻ സാധിക്കുന്നുണ്ട്. സിനിമേൻ്റെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചത്. ഈ വരുന്ന മെയ് മാസം 14-ാം തീയതിയാണ് സിനിമ പല ഭാഷകളിലായിട്ട് ജിയോ ഹോട്ട്സ്റ്റാറിൽ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ദുരന്തർ ദ റിവെഞ്ച് എന്ന സിനിമ ചാപ്റ്റർ 2 എന്ന സിനിമ. ദുരന്തർ 2 എന്ന സിനിമേൻ്റെ OTT അപ്ഡേറ്റ് വന്നപ്പോൾ ഒരാൾ ചോദിച്ചു പാർട്ട് 1ന്റെ മലയാളം ഡബ് ഉണ്ടോ എന്ന്. ഇതുവരെയായിട്ടും മലയാളത്തിനെ കുറിച്ച് ഒരു അപ്ഡേറ്റും കിട്ടിയിട്ടില്ല. അടുത്ത അപ്ഡേറ്റ് മലയാളത്തിൽ നിന്ന് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ പൊളിറ്റിക്കൽ ത്രില്ലർ സിനിമയെ പ്രതിച്ഛായ എന്ന് പറഞ്ഞ നിവിൻ പോളി സിനിമേൻ്റെയാണ്. പടത്തിന്റെ OTT അവകാശം ആരാ മേടിച്ചതെന്ന് കൺഫേം ആയിരിക്കുകയാണ്. പടത്തിന്റെ OTT അവകാശം ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചത്. ഈ വരുന്ന ഏപ്രിൽ മാസമാണ് 24-ാം തീയതി ജിയോ ഹോട്ട്സ്റ്റാർ വഴി നമ്മുടെ പ്രതിച്ഛായ എന്ന് പറഞ്ഞ് നമ്മുടെ ബി ഉണ്ണികൃഷ്ണൻ സംവിധാനം ചെയ്ത സിനിമ OTT റിലീസിന് പോകുന്നത്. പല ഭാഷകളിലായിട്ടാണ് സിനിമ ഈ വരുന്ന ഏപ്രിൽ മാസം 24-ാം തീയതി നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ വഴി സിനിമ സ്ട്രീമിംഗ് ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കാൻ നമുക്ക് മറ്റൊരു നിവിൻ പോളി സിനിമേൻ്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT അപ്ഡേറ്റ് വാഴ 2 ബയോപിക് ഓഫ് ബില്യൺ ബ്രോസ് എന്ന സിനിമേൻ്റെയാണ്. പടത്തിന്റെ OTT അവകാശങ്ങൾ നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചത്. സിനിമ ഈ വരുന്ന മെയ് മാസം 1-ാം തീയതി അല്ലെങ്കിൽ മെയ് മാസം 15-ാം തീയതിക്കുള്ളിലായിട്ടാണ് പടത്തിന്റെ OTT റിലീസ് വരാൻ പോകുന്നത്. നിലവിലെ ബോക്സ് ഓഫീസ് ആയ ഒരു വിജയത്തിന് ശേഷം പടത്തിന്റെ OTT റിലീസ് ഡിലേ ആവാൻ ഹൈ ചാൻസ് കാണുന്നുണ്ട്. ഇനീഷ്യലായിട്ട് മെയ് മാസം 1 അല്ലെങ്കിൽ 15-ാം തീയതിക്കുള്ളിൽ തന്നെ OTT റിലീസ് ചെയ്യുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് പടത്തിന്റെ OTT റിലീസിനായിട്ട്.
അടുത്ത OTT അപ്ഡേറ്റ് ആട് എന്ന സിനിമയുടെ മൂന്നാം ഭാഗത്തിന്റെയാണ്. ആട് 3. എന്തായാലും ആട് 3 എന്ന് പറഞ്ഞ സിനിമ ബോക്സ് ഓഫീസിൽ വലിയൊരു വിജയമായി മാറി കഴിഞ്ഞിരിക്കുകയാണ്. എന്തായാലും പടത്തിന്റെ OTT അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ സിനിമയുടെ OTT അവകാശം നമ്മുടെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് മേടിച്ചിരിക്കുന്നത്. എന്തായാലും പടം ഈ വരുന്ന മെയ് മാസമല്ല ഏപ്രിൽ മാസം ലാസ്റ്റ് വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. മെയ് മാസം എന്തായാലും 1-ാം തീയതി വരാൻ ചാൻസ് കാണുന്നുണ്ട് സിനിമയുടെ ഈ ഒരു ബോക്സ് ഓഫീസായ ഹിറ്റായ റണ്ണിങ് കാരണം. എന്തായാലും ഏപ്രിൽ 28 അല്ലെങ്കിൽ മെയ് 1-ാം തീയതി വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്ന സിനിമയുടെ OTT അപ്ഡേറ്റ്. അടുത്ത OTT അപ്ഡേറ്റ് നമ്മുടെ LIK സിനിമേന്റെയാണ്. ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ പ്രദീപ് രംഗനാഥൻ അഭിനയിച്ച സിനിമയാണ്. SJ സൂര്യ സിനിമയിൽ വില്ലനായിട്ട്. പടം ഈ വരുന്ന മെയ് മാസം മിഡ് ആയിട്ട് വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. മെയ് ഈ വരുന്ന 8-ാം തീയതി ആയിരിക്കും നമ്മുടെ ആമസോൺ പ്രൈമിൽ പടം OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. തമിഴ് തെലുങ്ക് ഭാഷയിലായിട്ടായിരിക്കും നമ്മുടെ ആമസോൺ പ്രൈമിൽ LIK എന്ന് പറഞ്ഞ സിനിമ OTT റിലീസ് ചെയ്യാൻ പോകുന്നത്. കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് മെയ് മാസം 8-ാം തീയതി വരെ നമ്മുടെ ലവ് ഇൻഷുറൻസ് കമ്പനി സിനിമയുടെ OTT റിലീസ് ആയിട്ട്. ബോക്സ് ഓഫീസ് ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ഓൾമോസ്റ്റ് വേൾഡ് വൈഡ് 50 കോടിയുടെ മുകളിലാണ് കാണാൻ സാധിക്കുന്നത്. അടുത്ത OTT അപ്ഡേറ്റ് മോഹിനിയാട്ടം എന്ന സിനിമേന്റെയാണ്. നമ്മുടെ ഭരതനാട്യം സിനിമയുടെ സെക്കൻഡ് പാർട്ട്. എന്തായാലും പടത്തിന്റെ OTT അവകാശം നമ്മുടെ ആമസോൺ പ്രൈമും അതുപോലെ തന്നെ മെറർ മാക്സും ആണ് മേടിച്ചിരിക്കുന്ന നിലവിൽ. എന്തായാലും പടത്തിന്റെ OTT റിലീസ് കേൾക്കാൻ സാധിക്കുന്നത് ഈ വരുന്ന മെയ് മാസം മിഡ് ആയിട്ടല്ല, മെയ് മാസം ലാസ്റ്റ് ആയിട്ടാണ്. മെയ് 22 അല്ലെങ്കിൽ മെയ് 29-ാം തീയതിക്കുള്ളിലായിട്ടായിരിക്കും നമ്മുടെ മോഹിനിയാട്ടം എന്ന് പറഞ്ഞ സിനിമ OTT റിലീസ് ചെയ്യാൻ പ്ലാൻ കാണാൻ സാധിക്കുന്നത്. എന്തായാലും നിലവിലെ സിനിമ വലിയൊരു ബോക്സ് ഓഫീസ് ഹിറ്റ് തന്നെയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പടത്തിന്റെ OTT റിലീസിനായിട്ട്. അടുത്ത OTT റിലീസ് അപ്ഡേറ്റ് നമ്മുടെ പള്ളിച്ചട്ടമ്പി എന്ന് പറഞ്ഞ ടൊവിനോ തോമസ് സിനിമേന്റെയാണ്. എന്തായാലും പടം നിലവിൽ നല്ലൊരു ബോക്സ് ഓഫീസ് റണ്ണിങ് കാണാൻ സാധിക്കുന്നുണ്ട്. സിനിമയ്ക്ക് മിക്സ്ഡ് ആയ അഭിപ്രായങ്ങളാണ്. എന്തായാലും പടത്തിന്റെ OTT അവകാശം സോണിയിൽ ഓൾമോസ്റ്റ് കൺഫേം ആക്കി എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും മെയ് മാസം 29-ാം തീയതിയാണ് കേൾക്കാൻ സാധിക്കുന്ന സിനിമയുടെ OTT റിലീസ് ഡേറ്റ്. അല്ലെങ്കിൽ ജൂൺ 2-ാം തീയതി വരാനും ഹൈ ചാൻസ് കാണുന്നുണ്ട്, അല്ലെങ്കിൽ മെയ് 12-ാം തീയതി വരാനും ചാൻസ് കാണുന്നുണ്ട്. എന്തായാലും നിലവിലെ ബോക്സ് ഓഫീസ് സ്റ്റാറ്റസ് അനുസരിച്ച് സിനിമയ്ക്ക് എന്തായാലും മെയ് 29 അല്ലെങ്കിൽ ജൂൺ 2-ാം തീയതിക്കുള്ളിൽ വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്തായാലും കാത്തിരിക്കുന്ന ചെയ്യാൻ നമുക്ക് ഇത്രയും സിനിമകളുടെ OTT റിലീസിനായിട്ട് നിമിഷം ആദ്യം കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്സ് വ്യൂ സെലക്ഷനിൽ അതുപോലെ തന്നെ നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന സിനിമയുടെ OTT റിലീസ് അപ്ഡേറ്റ് ഏതാണെന്ന് കൺബോക്സ് ചെയ്യപ്പെടുത്തുക.